മുന്നാക്ക സമുദായ കമ്മീഷൻ പുനഃസംഘടിപ്പിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് ചെയർമാൻ. ആരോഗ്യവകുപ്പിലെ വിവിധ ആശുപത്രികളിൽ 202 ഡോക്ടർമാരുടെ തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഡിജിറ്റൽ റീസർവേ പ്രവർത്തന ചെലവ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് വഹിക്കും. ശ്രീത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ? ഹാഷ്മി, മന്ത്രിസഭായോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം ആരോഗ്യവകുപ്പിൽ 202 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനുള്ള തീരുമാനമാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഈ പ്രവർത്തനത്തിന് കൂടുതൽ സഹായകരമാകുന്ന തീരുമാനമാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകളിലും പുതിയ തസ്തികകൾ അനുവദിക്കുമെന്നാണ് മന്ത്രിസഭായോഗത്തിൻ്റെ വിവരങ്ങളടങ്ങുന്ന കുറിപ്പിൽ ഇപ്പോൾ പറയുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുന്നോക്ക സമുദായ കമ്മീഷൻ പുനഃസംഘടിപ്പിക്കാനും ഇന്ന് തീരുമാനിച്ചു. ഈ കമ്മീഷൻ്റെ അധ്യക്ഷനായി ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച CN രാമചന്ദ്രൻ നായരെ നിയമിച്ചു. ഇതോടൊപ്പം തന്നെ 2 അംഗങ്ങളായി സെബാസ്റ്റ്യൻ ചുണ്ടേലിനെയും G രവികുമാറിനെയുമാണ് നിയമിച്ചിരിക്കുന്നത്. ഇതിൽ G രവികുമാർ നേരത്തെ കോൺഗ്രസ് വിട്ട് CPM ചേർന്ന കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നുള്ള നേതാവാണ്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഈ അതായത് റീബിൽഡ് ഇനിഷ്യേറ്റീവ് കേരള പദ്ധതി ഉപയോഗിച്ചിട്ടുള്ള ഡിജിറ്റൽ സർവേയുടെ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചു. 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്കാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ നിന്ന് 50 കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ശ്രീത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.